ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് സോഞ്ചാൻ്റെ അടുത്താണുള്ളത്. സോഞ്ചാട്ടൻ വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടിക്ക് മീൻ പിടിക്കാൻ പോവാ. ഫക്കത്താനെ എന്താ ചൂണ്ടയും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. മീനുള്ള ഭക്ഷണവും അതിനുള്ള ഉപകരണങ്ങളും ഒക്കെ ഫുൾ സെറ്റായിട്ട് ഞങ്ങൾ പോവുകയാണ്. നമുക്കിനി മീനെ പിടിക്കാം. Come on. പോയിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനാണ്, രണ്ട് വശവും പിന്നെ പൈൻ കാടുകളാണ്. ഞാൻ പല പ്രാവശ്യം ആലോചിക്കുമായിരുന്നു ഇവരുടെ ജീവിതം. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഡാമാണ്. എന്തിനും ഉപയോഗിക്കുന്ന ഡാമാണെന്നൊന്നും അറിയത്തില്ല. ഒരു വലിയൊരു ഡാമുണ്ട് ഇവിടെ. പവർ സ്റ്റേഷനാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു വലിയൊരു മലയാണ്. നമ്മള് ഇതിൻ്റെ അകത്ത് വീഡിയോക്കകത്ത് കാണുമ്പോൾ അതിൻ്റെ ഭീകരത കിട്ടിയോ ഇല്ലയോന്ന് അറിയത്തില്ല. പക്ഷെ വലിയൊരു മലയിൽ രണ്ട് മല സൈഡ് കെട്ടി വെച്ചേക്കുന്ന ഒരു ഡാമാണിത്. കുറുവൻകുറുത്തിയല്ലേ, ന്യൂസിലൻഡിലെ കുറുവൻകുറുത്തി മലയാണിത്. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടോ? അതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ല. താഴെ ഒരു ഗ്രാമമൊക്കെ ഉണ്ട്. ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടകളൊക്കെ ആയി പുഴക്കടവിലേക്ക് ഞങ്ങൾ അടുത്തു. കടലിൽ നിന്ന് വരുന്ന മീനിനെ ഞങ്ങൾ പുഴ സൈഡ് വെച്ചിട്ടാണ് ഞങ്ങൾ പിടിക്കുന്നത്. പട്ടി കാരണം കഴിഞ്ഞുള്ള മീൻ മൊത്തം കയറി പോവോ? എവിടുന്ന് കയറിയത് എന്ത്? നമ്മളൊക്കെ നാട്ടിലെ പട്ടികളൊന്നും വെള്ളത്തിൽ ചാടിയല്ല, എടുത്ത് തള്ളിയിട്ടാലേ ഇറങ്ങുള്ളൂ. സമാധാനമാവുമായിരിക്കും അതിന്. മിക്കവാറും അതാ സംഭവിക്കുന്നത്. അപ്പുറത്തേക്കും കല്ലാണല്ലോ ചേട്ടാ. ഉപ്പൊന്നുമല്ല. ഇതിനകത്ത് പട്ടി വന്ന് ചാടിയിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. ഞങ്ങൾക്ക് മീൻ കിട്ടുമില്ലെന്ന് അറിയത്തില്ല. മീൻ പിടിക്കാൻ വേണ്ടി വന്ന് ഈ തള്ളേൻ്റെ അകത്ത് പട്ടീനെ ഇറങ്ങി. മനഃപൂർവ്വമാണ്, ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. കയറി വരുന്ന മീനെ ഞങ്ങൾക്ക് പോകാം. ചേട്ടൻ എൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്. ഞങ്ങളിവിടെ മീൻ പിടിക്കുന്നതിൻ്റെ അകത്ത് ഈ ടൈഡിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മീൻ കയറും. കടലിൽ നിന്ന് മീൻ ഇങ്ങോട്ടേക്ക്. ഞങ്ങളൊരു കടലിൽ നിന്നൊരു 2 കിലോമീറ്റർ പുറകോട്ടേക്കാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളം കയറുമ്പം ഞങ്ങൾ ഇതിന് മീന് തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ എന്ത് ചേട്ടാ? ഇതിൻ്റെ അകത്ത് ഇതെണ്ണയ്ക്കാണ് വെച്ചേക്കുന്നവരെ എണ്ണ കലക്കിയത്. ഇത് അതെ, ചേട്ടൻ ഓട്സ് കലക്കിയത്. ഇതുണ്ടോ, ഈ ഓട്സ് കലക്കി മീൻ ഇട്ട് കൊടുക്കും. അപ്പം മീൻ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. അപ്പം ഞങ്ങൾ മീന് നല്ല ചെമ്മീൻ കൊളുത്തി, അതായത് 100 രൂപേൻ്റെ ചെമ്മീൻ ഇട്ടിട്ട് ഞങ്ങൾ 10 രൂപേൻ്റെ മീനെ പിടിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ലൈൻ. ഇതിൻ്റെ തന്നെ കൊളുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. 1, 2, 3, 4, 5, 6 കൊളുത്തുണ്ട്. അത്യാവശ്യം ഒരു 1/2 കിലോയ്ക്കുള്ള മീൻ എന്താണേലും അടിക്കും. ഓരോ പ്രാവശ്യം 1/2 കിലോൻ്റെ മീൻ അടിക്കും. ആവേശം കാണുന്നില്ല ചേട്ടാ. ഞങ്ങൾ ചില്ലി പിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെയൊക്കെ സാധനങ്ങൾ മീനെ നിറയ്ക്കാൻ വേണ്ടി. ഇത് നിറച്ച് അപ്പുറത്തെ ബക്കറ്റ് നിറച്ച് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നിറച്ചിട്ട് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അറിയത്തില്ല. ഇടിയേട്ടാ അങ്ങേറ്റം പോയിക്ക്. ചേട്ടൻ്റെ ആദ്യത്തെ
ഇടലാണ്. വാ അതെങ്ങനെ ചേട്ടാ അത്രയും ദൂരത്ത് പോയേ? കാറ്റിൻ്റെ ആണോ? ചിലപ്പോൾ അടിക്കും. ഇതുവരെ ചേട്ടൻ ഇട്ടിട്ട് ആദ്യത്തേനെ അടിച്ചില്ല എന്ന് പറഞ്ഞേ. ഈ പ്രാവശ്യം ആദ്യത്തേത് അടിക്കും. ചേട്ടൻ എല്ലാ ദൈവങ്ങളെ മാറി മാറി വിളിക്കുന്നുണ്ട്. മീനെ കിട്ടുമ്പോൾ നോക്കാം. കിട്ടും. ഇന്നൊരു 10-25 കിലോ മീനെ പിടിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ്. 2 എണ്ണം അടിച്ചിട്ടുണ്ട്. എന്താ ചേട്ടാ, ഞാൻ നേരത്തെ ഇതിനിപ്പോ തിരിച്ചു മീൻ പിടിച്ച് വൈകുന്നേരമായി. അതെ, മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തളരാതെയാണ് ഞങ്ങളുള്ളത്. ഇതെ, ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊരു പിസ്സയൊക്കെ വാങ്ങി കഴിച്ച് മീൻപിടുത്തത്തിൻ്റെ തിരക്കിലായത്. ഇത്രയോ മീൻ കിട്ടി. ഇത് പടയ്ക്കുന്ന മീൻ. ഉണ്ട് ചേട്ടൻ ഇവിടെ മീനിന് തീറ്റയിട്ട് കൊടുക്കുക. മീൻ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ ഉള്ള മീനെല്ലാം കൂടെ പാഞ്ഞു വരും. ഇതിലുടക്കി കേട്ടാ, ഇന്ന് വലിഞ്ഞായിരുന്നു. ഞാൻ ഇല്ലേ, തീറ്റയെല്ലാം ഉണ്ടല്ലോ ഭാഗ്യം. ഇറങ്ങിപ്പോയോ? കിട്ടിയടാ? അതെ, ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏറെ പുറത്ത് അടിച്ചു. ചേട്ടാ സ്രാവാ, കൊമ്പൻ സ്രാവ്. ഇങ്ങനെയെല്ലാം ഞങ്ങൾ റെഡി ചെയ്തിട്ടേക്കാണ്. അടുത്ത് വന്നു, അടുത്തടിച്ചു. ഉണ്ടോ മീനോടെ പടയ്ക്കുന്നുണ്ട്. കണ്ടോ, 2 മീൻ. ചാകര കടപ്പുറത്തിനുത്സവമായി. ഇതാണ് നമ്മുടെ എന്നായിട്ട് ഇതിൻ്റെ പേര് തിരുതയല്ലേ? നാട്ടിലെ തിരുത. ഇവിടെ ഇതിന് ന്യൂസിലാൻഡ് മത്തി എന്നല്ല, നാട്ടിലെ തിരുത. നമുക്കിവിടെ ഇത് കുഞ്ഞു മീനാണ്. ഹേ ബ്രോ, ഹായ്. നല്ല വഴുത്ത് വലുപ്പമുണ്ട്. ഒരു 1/4 കിലോ 200 ഗ്രാം 100 ഗ്രാം ഒക്കെ ഉണ്ടാവുമായിരിക്കും. നല്ല വലുപ്പമുണ്ട്. കണ്ടോ, ഞങ്ങളങ്ങനെ 10-60 മീനുമായി, 62 മീനുമായി. ഞങ്ങൾ അവിടുന്ന് വണ്ടിയിലേക്ക് വന്നു. നമസ്കാരം. നമ്മളന്ന് കഴിഞ്ഞ ദിവസം പിടിച്ച മീനിനെ പരിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. വണ്ടികളുടെ പെരുന്നാളാണ്. ടോപ്പ് ആൻഡ് ചീർ ഗേൾസ് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളെ വെച്ചാണ് തമ്പനയിലിടാൻ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. ഇതാണ് നമ്മൾ പിടിച്ച മീന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിന് കഴിക്കാൻ വേണ്ടി വെച്ച സൈഡ് ഡിഷ്. ഇത് മീൻ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇതിന്റെ എണ്ണ തിളക്കിയാണ്. തീയുണ്ട്. ക്യാപ്റ്റനോട് പറഞ്ഞതേ മുള്ളറ്റാണ് നല്ലത്. കവായി ഹാർഡ് സ്കിന്നാണ്. അത് മറ്റേ എന്താണ് ഈറ്റബിളില് ടോപ്പ് 10 വരില്ല. അതിന് നല്ല മുള്ളറ്റാണെന്നാണ് പുള്ളി വാങ്ങിയതല്ലായിരുന്നു. 3 ഇടുന്നുള്ളൂ. കേട്ടോ, പിന്നെ അല്ലാണ്ട് തിളവറുതളയുണ്ടല്ലോ ഇവിടുത്തെ. അവനോട് വേണമെങ്കിൽ ചെയ്തിട്ടോ. ഗ്യാസ് ലാഭിക്കാം. എടുക്കാൻ പറ്റണം. ഇതിനപ്പുറം ചാടിക്കമ്മ
ഇതാണ് നമ്മുടെ മീന്. ഇത് മുള്ളറ്റ്, അതായത് നാട്ടിലെ തിരുത. ഇത് തിരുതയുടെ കുഞ്ഞ് കണമ്പ്. കണമ്പ് കണമ്പ് എന്നാ തിരുത കുഞ്ഞ് കണമ്പ്. ഇതിന്റെ പേര് എന്നേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ കവായി. കവായി. ഇതിന്റെ മലയാളം പേര് അറിയത്തില്ല. അറിയാമോ? സ്കിന്നിന് കട്ടിയുള്ള മീനാണ്. ഇത് കറി വെക്കാം, ഇത് ഇത് കറി വെക്കാൻ മറക്കാന്നൊക്കെയാണ് ഇവിടുത്തെ ചേട്ടൻ. അതെങ്ങനെയാണ്? സ്കിന്ന് വീർത്തുന്നു, സ്കിന്ന് വീർക്കണില്ല. ഇത് കുറച്ച് ഇതാണ് ടോപ്പ് പോയിന്റ് ബൂംബാങ്. സോൻ ചേട്ടൻ ശരിയല്ലേ? ഉള്ള വാരകള് പോകുന്നുണ്ട് ടോപ്പ്. ഈ സോവിൻ ചേട്ടൻ ഒരു അഡാർ കുക്കാണ്. ഈ സോവിൻ ചേട്ടന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, സോവിൻ ചേട്ടൻ ഒരു നേഴ്സായിരുന്നു. അങ്ങനെ നേഴ്സിംഗ് വിട്ട് പുള്ളിക്കാരൻ കുക്കിംഗ് ഫീൽഡിലേക്ക് വന്ന് പുള്ളിക്കാരൻ ഇവിടുത്തെ വലിയൊരു റെസ്റ്റോറൻറ്റിലെ ഷെഫാണ്. അത് രണ്ടാം പൂത്ത് മരപ്പട്ടിയായി. മരപ്പട്ടിയാണ് പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിക്കാരനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. പുള്ളിക്കാരൻ ഒരു ഡിക്സി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖലയിലെ മെയിൻ ഷെഫാണ്. ഇത് രാമൻ ഞാൻ നിങ്ങളെ സൂം ചെയ്യുന്നില്ല ചേട്ടാ. ചേട്ടന്റെ സൗന്ദര്യം എല്ലാരും കണ്ടോട്ടെ വിചാരിച്ചത്. നല്ല ഗ്ലാമറിന്റെ ചേട്ടാ, പൊളിയാണ്. കവകിരി മീനാണ് കവായെന്നോ? കവകറി മീനാണ് കവായെന്ന്. കവായിന്റെ മലയാളം അറിയത്തില്ല. ഗൂഗിൾ ചെയ്തോ. ഇവിടെ കവായിന്റെ മലയാളം നോക്കിയേ. ഇതാണ് ഞങ്ങളുടെ കുക്കിംഗ് ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ സകലമാന പാർട്ടി കുക്കിംഗ് എല്ലാം നടത്തുന്നത്. ഈ ഞങ്ങളുടെ സോവിൻ ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാ പരിപാടികളും സെറ്റാക്കുന്നത്. ഞങ്ങളുടെ മെയിൻ ഷെഫ്. നിങ്ങൾ തന്നെ ഒരു താരമാക്കുമോ അവസാനം? ആയാ മതിയായിരുന്നു. ടോപ്പ് പോയിന്റ് ബൂംബാങ്. 4 കിലോയാ? ഞങ്ങൾ ആദ്യത്തെ പൊരിച്ച മീൻ ഇവിടെ വെക്കുകയാണ്. കവായി മുള്ളറ്റ്. മുള്ളറ്റ് 3. ചേട്ടാ ഇത് അരക്കിലോ ഉണ്ടല്ലോ ഓരോരോ മീനും. എന്താ അത്യാവശ്യം നമ്മൾ പിടിക്കുമ്പോ ഇത്ര വലിപ്പമുള്ള ഇതില്ലല്ലോ. പുറത്തുനിന്നപ്പോ നല്ല വലിപ്പമായി. 10 കിട്ടിയെങ്കിൽ പൊളിച്ചനായിരുന്നു. നാളെ പോ. അതൊക്കെ മതിയാട്ടോ. ഇല്ലാത്ത ദിവസം ഒരിക്കലും കൂടുതലിടണം, കിട്ടും. മീൻ എന്താണേലും കേറിയല്ലേ ചേട്ടാ. നമ്മളൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ആക്ടിവിറ്റി നോക്കുന്ന കടലിലെ ആക്ടിവിറ്റിയാ, കരക്ക് കയറുന്ന ആക്ടിവിറ്റി അല്ലല്ലോ. എന്തെയോ എഫക്റ്റീവ് ആണോ അതൊക്കെ? ഡെക്കറേറ്റ് ചെയ്യണം. മേലെ വെച്ച് എന്തിനാ ഞങ്ങളിങ്ങനെ പറഞ്ഞു പാല് ഒളിച്ചോടി പോയി. അതിന് ചാവണ്ടോലി കഴിഞ്ഞില്ലേ? മറ്റേ ഭാര്യ കൂടെ ആയിട്ടൊന്നും പറഞ്ഞു. ന്യൂസിലാൻഡിലെ ഒരു ഭാര്യ. ഞാനെപ്പോഴും പറയാം പുള്ളി സൈക്കോണ്. മറ്റേ യൂട്യൂബ് ചാനൽ ഇതാണ് ഞാൻ എല്ലാം കണ്ടണ്ട. ഇത് കേസാകും, കാരണം ആത്മഹത്യ പ്രേരണ. ഇത് നമ്മള് ഇതാണ് മീൻ കഴിക്കാൻ നമ്മുടെ കോർട്ടിയാടി വന്നിരിക്കുകയാണ്. മീനെടുത്ത് വേണ്ടവരൊക്കെ ഇവിടെ വന്നിരിക്കുക. ഇത് ഏതായിരുന്നാവോ നമ്മുടെ മീൻ? ഇതായിരുന്നാവോ? ഏതാ കവായി? ഏതാ കണ്ടപ്പോ തിരിച്ചറിയാൻ പറ്റുന്നില്ലോ. ചേട്ടാ ഇതിലെ കവായി ഏതാ? ഇതാ ഇത്
ഇത് കവായി. എടുക്കുക പെട്ടെന്ന് എടുത്തേ. സോനാ ബേബി എടുക്കുന്ന ഫോട്ടോന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. സോനാ ബേബിനെ എപ്പോഴും ഞാൻ ഫോട്ടോസിനെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ തേച്ചില്ല. അതെങ്ങനെയാണ് നമ്മൾ എത്തിക്കും. ചേട്ടാ പ്ലേറ്റ് ഒന്നും വേണ്ട, തീർന്നു. ചേട്ടാ ഇതിൽ കവായി ഏതായിരുന്നു ചേട്ടാ? ഇതായിരുന്നോ? അത് തന്നെ തലയില്ലാത്ത ചേട്ടൻ പിള്ളേർക്ക് വേണ്ടി മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് വർക്ക് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് മാത്രമേ ഇവർക്കാണ്. ബൂംബാങ് ബൂംബാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂംബാങ് കോപ്പി റൈറ്റ് അടിച്ചാലോ? ഇയാള് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ബൂംബാങ്ങിന് ചേട്ടനാന്ന് അറിയാം. നമ്മുടെ മീൻ വർക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു, പാർട്ടിയെല്ലാം കഴിഞ്ഞു. അടുത്ത പരിപാടി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തെരുവ് സ്വന്തം ജസ്റ്റ് ഫോട്ടോഗ്രാഫി.